ഡോക്ടർ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നേ. ഇപ്പം നേരത്തെ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ കംപ്ലൈന്റ് പറയുന്നത് പനി മാറിയിട്ടുണ്ട്, പക്ഷെ വിട്ടുമാറാത്ത ചുമയാണ്. അപ്പം ഇവര് മാത്രമല്ല, രണ്ടു മൂന്ന് പേര് ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അതെന്താ അങ്ങനെ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചുമ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. നമ്മുടെ ബോഡി പുറത്തുനിന്ന് വരുന്ന ഡസ്റ്റ്, സ്മോക്ക് അല്ലെങ്കിൽ കഫം അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് പുറം തള്ളുന്ന ഒരു മെക്കാനിസം ആണ് ഈ കോഫ് അല്ലെങ്കിൽ ചുമ എന്ന് പറയുന്നത്. ഈ ചുമ തന്നെ കൂടുതൽ ടൈപ്സ് ഉണ്ടല്ലോ, അക്യൂട്ട് ആൻഡ് ക്രോണിക്. അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽസ് പറയാമോ മാഡം? ഈ അക്യൂട്ട് എന്ന് നമ്മൾ പറയുന്നത് 3 ആഴ്ചയിൽ താഴെയുള്ള ചുമയാണ് നമ്മൾ അക്യൂട്ട്. അത് കൂടുതലും നമ്മൾ ജലദോഷം അല്ലെങ്കിൽ വൈറൽ ഫീവർ അല്ലെങ്കിൽ ഡസ്റ്റ് അലർജി ഉള്ളവർക്കൊക്കെ ഈ അക്യൂട്ട് ആയിട്ടുള്ള ചുമ ഉണ്ടാകും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 3 തൊട്ട് 8 ആഴ്ച നിൽക്കുന്നത്, അത് നമ്മൾ പറയും പോസ്റ്റ് വൈറൽ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഫെക്ഷൻ കോഫ്. അതിപ്പോ കൂടുതലും നമ്മൾ കണ്ടുവരാറുണ്ട്. അതായത് പനി മാറിയാലും ചുമ മാറാൻ ഒരു 3 തൊട്ട് 8 ആഴ്ച വരെ സമയമെടുക്കും. അതിന് നമ്മൾ പോസ്റ്റ് ഇൻഫെക്ഷൻ കോഫ് എന്ന് പറയും. പിന്നെ അതിനുശേഷം നമ്മൾ പറയുന്നത് മോർ ദാൻ 8 വീക്സ്, അതായത് 8 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, അതിനെയാണ് നമ്മൾ ക്രോണിക് കോഫ് എന്ന് പറയുന്നത്. ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ഇപ്പം COPD അങ്ങനെയുള്ള കണ്ടീഷൻ അല്ലല്ലോ മാഡം, അത് അല്ലാതെ വേറെ എന്തെങ്കിലും? COPD മാത്രമല്ല ലോങ് സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഈ ശ്വാസമുട്ടലുള്ളവര് അല്ലെങ്കിൽ അലർജി ആയിട്ടുള്ളവർക്കുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക്. പിന്നെ നമ്മൾ പറയുന്ന ഈ മൂക്കിന്റെ പ്രശ്നമുള്ളവരുണ്ട്. അതായത് പോസ്റ്റ് നേസൽ ഡ്രിപ്പിങ്, രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് ഉള്ളവർക്ക് കഫം നമ്മുടെ തൊണ്ടേന്റെ അറ്റത്ത് വന്നിട്ട് ഇവരെ ഇറിറ്റേറ്റ് ചെയ്യും. തൊണ്ടയ്ക്ക് ചൊറിച്ചിലുണ്ടാവും, രാത്രി കാലങ്ങളിൽ ചുമ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അത് പോസ്റ്റ് നേസൽ ഡ്രിപ്പിങ്ങിന്റെ കേസ്. അതുപോലെ തന്നെ സ്ഥിരമായി ഈ AC ഇൻഹിബിറ്റർ BP-ക്കുള്ള ഗുളികയുണ്ട്. ആ കണ്ടന്റ് വരുന്ന ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ ക്രോണിക് കോഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കേസ് എന്ന് പറയുന്നത് GERD, ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്. അതായത് വയറിന് ആസിഡ് റിഫ്ലക്സ് ഉണ്ടായി അവർക്കും ഇതുപോലെ ക്രോണിക് കോഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ചുമ എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്? ചുമ നമ്മൾ പേടിക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത്, നമ്മൾ ചുമയ്ക്കുമ്പോൾ കഫത്തില് ബ്ലഡിന്റെ സ്റ്റെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കണം. അതുപോലെ വെയിറ്റ്, പെട്ടെന്നുള്ളൊരു വെയിറ്റ് കുറവ്, അതല്ല രാത്രി സമയത്ത് പനി വരിക, അതല്ല എങ്കിൽ ചുമയ്ക്കുമ്പോൾ ശ്വാസമുട്ടലുണ്ടാവുക. ചുമ മാറാൻ നമ്മൾ എന്തൊക്കെ പരിഹാരങ്ങളാണ്? ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തണുപ്പ് തട്ടാണ്ട് നോക്കുക. അതായത് നമ്മൾ തണുപ്പ് അടിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ഈ സ്പ്യൂട്ടം തിക്നെസ് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് പേഷ്യന്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇളം ചൂടുവെള്ളം, മാക്സിമം ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ആവി പിടിക്കുക, അത് 2 or 3 തവണ സ്റ്റീമിങ് ചെയ്യുന്നത് മൈൽഡ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസിനൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല. അല്ലാത്ത കുട്ടികൾക്ക് 1 ടീസ്പൂൺ തേന് അങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ചുമയ്ക്ക് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്.